എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും വീണ്ടും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പഠിച്ച ഹൃദയസരസിലെ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുബലയുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവും സെയിം തന്നെയാണ്, വരികൾ മാത്രമേ മാറുകയുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുബലയും പഠിച്ചു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും ചരണവുമായി. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം ഫ്ലൂട്ടിലാണ് തുടങ്ങുന്നത്. എൻ്റെ ഗുരു ശ്രീ ഗുണസിംഗ് സാറ് ഇതേ ഫ്ലൂട്ടിൽ തന്നെ ഈ പഞ്ചമ ഷഡ്ജായിട്ടാണ് വായിച്ചിരിക്കുന്നത്. വൺ ഗ പ നി രി ഗ രി ഗ. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വൺ ഗ പ നി രി ഗ രി ഗ. വൺ ഗ പ നി രി ഗ നി രി ഗ രി ഗ. വൺ ഒന്നിട്ട് വായിക്കാം. വൺ ഗ വായിക്കുമ്പോ ഗ മകരിക മകരിക ഒരു ടച്ച് ഉണ്ട്. വൺ വൺ ഗ പ ഗ മ സ ഗ ഗ സ ഗ രി. വൺ ഗ പ ഗ മ സ ഗ ഗ മ ഗ സ ഗ സ ഗ ഗ മ ഗ സ ഗ രി സ സ ഗ രി സ. വൺ ഗ പ ഗ മ. ഈ പഞ്ചമ ഷഡ്ജായിട്ട് വായിക്കുന്നത് ഈ പഞ്ചമം നമ്മുടെ മുകളിലത്തെ പഞ്ചമം ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഈ പാട്ടിലും ബിറ്റിലും ഒക്കെ മുകളിലത്തെ താരസ്ഥായി പഞ്ചമം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഷഡ്ജ് എടുത്തത്. സമശുദ്ധിയിൽ വായിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചമം നമ്മൾ കള്ള ഫിംഗറിൽ വായിക്കേണ്ടി വരും. അപ്പൊ അത് ഫ്ലോ വരില്ല. ഇതപ്പോ സരിഗമ ദാ വരെ പോവും. ഇതിൽ പഞ്ചമം മതി. അപ്പൊ വൺ ഗ പ ഗ മ സ ഗ ഗ സ ഗ ഗ മ ഗ സ ഗ രി സ സ ഗ രി സ ഗ രി ഗ രി സ രി സ ഗ ഗ രി സ രി സ ഗ പ ഗ മ സ ഗ ഗ സ ഗ രി സ. വൺ ഒന്നൊരു വായിക്കാം. വൺ അപ്പൊ ചേർത്ത് പറയുമ്പോ വൺ ഗ പ നി രി ഗ രി ഗ. വൺ ഗ പ ഗ മ സ ഗ ഗ മ ഗ സ ഗ ഗ മ ഗ സ ഗ രി സ. വൺ ഗ പ ഗ മ സ ഗ ഗ സ രി ടി സ. വൺ ഒന്നൊരു വായിക്കാം. വൺ അത് കഴിഞ്ഞിട്ട് സിത്താർ വരും. വൺ വൺ സരിഗാരി സദാനി ദാ. വൺ സരിഗാരി സദാനി ദാ. സിത്താറാണത്. വൺ വൺ സരിഗാരി സദാനി ദാ. വൺ വൺ മദനി ഗ സദാനി ദാ പ. വൺ മദനി ഗ സ. വൺ മദനി ഗ സ ദാനി ദാ പ. അവിടെ ഒരു ചെറിയ ദൈവതം ഉപയോഗിച്ചിട്ടുണ്ട്. ദാനി അവിടെ വലിയ ദാനി ദാ പ. അവിടെ ചെറിയ ഹാഫ് നോട്ട് വരും. ഫ്ലൂട്ടിൽ ഹാഫ് നോട്ട് വരും. ദാനി ദാ പ. അത് ആ ഒരു ചേഞ്ച് സുഖത്തിന് വേണ്ടി അങ്ങനെ ആഡ് ചെയ്തതാണ് മെയിൻ രാഗത്തില്. മദനി ഗ സദാനി ദാ പ. വൺ അപ്പൊ സിത്താറിന്റെ ബിറ്റ് ഞാൻ വായിക്കാം. വൺ സരിഗാരി സദാനി ദാ. വൺ മദനി ഗ സദാനി ദാ പ. വൺ ഒന്നിട്ട് വായിക്കാം. വൺ
പിന്നെ സിത്താറും ഫ്ലൂട്ടും ചേർന്നിട്ട് വായിക്കും. വൺ വൺ നീ പമഗരി നീ സ. വൺ നീ എന്ന് പറയും. പനിധനി പനിധനി നീ എന്നാ പറയുക, പക്ഷെ പനിധനി എന്ന് വരും. പനി പനി ഈ വിരൽ പൊക്കണമെന്നില്ല. പനി പനിധനി പ പനിധനി പനിധനി പാമ ഗാരിനീസ. വൻ പനിധനി പാമ ഗാഗരിനീസ. ഗാഗരി ഉണ്ട്. വൻ പനിധനി പാമ ഗാഗരിനീസ. വൺ ഗാരി മാഗ പസനി സനി ദ പമഗ. 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 അപ്പൊ നീ പമഗാരി സഗാരി ഗാഗരി മാ പനിധനി പമഗാഗരി സഗാരി മാഗ പസനി സനി ദ പമഗ. ഫ്ലൂട്ടും സിത്താറും കൂടി ചേർന്ന് വായിക്കുന്ന പോഷൻ വായിക്കാം. ഒന്നൊരു വായിക്കാം. അപ്പൊ അതിന്റെ എൻഡില് ബെല്ല് വരും. ഹാർപ്പിന്റെ ടോണുണ്ട്. നിസ നിദ പമഗരി ഗമഗരി സനിസ. നിസ നിദ പമഗരി ഗമഗരി സനിസ. നിസ നിദ നിസ നിദ പമഗരി ഗമഗരി സനിസ. നിസ നീ ഇവിടെ നിന്ന് വരും. നിസ നിദ പമഗരി ഗമഗരി സനിസ. നിസ നിദ പമഗരി ഗമഗരി സനിസ. ഇങ്ങനെയാണ് ബെല്ല് വരിക. അങ്ങനെ കുത്തി കുത്തി വായിക്കാം ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ. അപ്പോൾ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഞാൻ വായിക്കാം. നീ പറയൂ വൺ വൺ പസ നിസ നിദ പമഗ. ആ ഗായുടെ മോളാണ് നിസ നിദ പമഗരി ഗമഗരി സനിസ. ഒന്നുകൂടി ഞാൻ വായിക്കാം ബാക്ക്ഗ്രൗണ്ട്. വൺ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും സെയിം ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അനുപല്ലി വരും. വൺ എഴുതാൻ വൈകിയ ചിത്രകഥയിലെ വൺ നിസനി പസ വൺ നിസനി പ. എഴുതാൻ എഴുതാൻ നിസനി പസ ചിത്രകഥയിലെ സരി നിസ സരി സരി മഗ. സരി നിസ സരി സരി മഗ. സരി നിസ സരി സരി മഗ. ചിത്രകഥയിലെ
രണ്ടും ചേർന്ന് വായിക്കാം. ഒന്നിനും വായിക്കാം. സമഗമഗ സമഗമരിസ 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 സാ 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 ഉള്ളൊരു ഏകുള്ളൊരു സമഗമരിസ സാ സാ സാ. നായിക നീ പസനിരിസ, അവിടെ വലിയ നിഷാദം ഉപയോഗിച്ചിട്ടുണ്ട്. പസനിരിസ പസ നായിക പസനിരിസ സനി നമുക്ക് ഹാഫ് നോട്ട് വരും. സനി നിരിസ നീ നീ സദാ പസനി നിരിസ നീ സദാ, അവിടെ ചെറിയ നീ സദാ. നായിക നീ ഏകുള്ളൊരു നായിക നീ. അപ്പൊ ആ 2 ലൈൻ ചേർത്ത് വായിക്കാം, എഴുതാൻ വായിക്കാം തൊട്ട്. ഇനി ഇതിന്റെ രണ്ടാമത് വരുമ്പോ എഴുതാൻ വൈകിയ സ്ലൈറ്റ് ഡിഫറൻസ്. നിസ നിത മപ്പ എഴുതാൻ നിസ നിത മപ്പ സാ സ സ എഴു നിസ നിത മപ്പ എഴുതാൻ വൈകിയ സാ സ സ. ചിത്രകഥയിലെ അപ്പൊ ഏകുള്ളൊരു സഗമ പരിസ സഗമ പരിസ സാ സാ സാ. 7 അഴകുള്ള രണ്ടാമത്തെ വരുമ്പോ സഗമ പരിസ സഗമ പരിസ സാ സാ സാ. നായിക നീ അത് സെയിം തന്നെ. ഈ 2 ലൈന് ഞാൻ 2 പ്രാവശ്യം വായിക്കാം. ആ ചേഞ്ചസ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇങ്ങനെ വരും. അതുകൊണ്ട് എന്നനുരാഗ തപോവന സീമയിൽ എന്നനുരാഗ ഗമദദാദ ഗമദദാദ എന്നനുരാഗ തപോവന ദ മദനി സനിപ ദ ത മദനി സനിപ ത തപോവന തപോവന തപോവന
മാനി പമക മാനി പമക തപോവന സീമയിൽ എന്നനു സെക്കൻഡ് പാടുമ്പോ എന്നനുരാഗ മാപമഗാമത എന്നനു മാപമഗാമത എന്നനുരാഗ മാപമഗാമദ മാപമഗാമദ ഗാമദ മാപമഗാമദ തപോവന സീമയിൽ തപോവന ദമദനി സനിപ മാനിപ മഗമഗ മാനിപ മഗമഗ മാനിപ മഗമഗ സീമയിൽ അങ്ങനെ വരും. വായിക്കാം. എന്നനുരാഗ തപോവന സീമയിൽ ഒന്നിട്ട് വായിക്കാം. ഇന്നലെ വന്ന സമാമപമഗ സമാമപമഗ മപമഗ സമാമപമപമഗ ഇന്നലെ സമാമപമഗ ഇന്നലെ മപപനിപമ വന്ന മപപനിപമ മപപനി പനിപമ വരും. പനിപമ മപപനി പനിപമ വന്ന വൺ വൺ തപസിനി തപസിനി പനി പപ സാനി പനി പപ തപസിനി പനി പപ പനി പനി പപ സാനി ധനി ധനി പ സാനി ധനി ധനി പ ധനി ഇവിടെ കൊടുക്കാം. ധനി ധനി പ സാനി ധനി ധനി പ. അപ്പൊ തപസിനി നീ തപസിനി തപസ്വിനി നീ പനി പപ്പ എന്നുള്ളതാണ്. തപസ്വിനി നീ ഇന്നലെ വന്നിട്ട് അറിയാം. വൺ ഇങ്ങനെ വരും. അപ്പോൾ എഴുതാൻ വൈകിയ അനുപല്ലവി തൊട്ട് ഞാൻ എൻ്റെ വരെ വായിക്കാം.
കഴിഞ്ഞാൽ ഹൃദയസ്ഥലത്തില് ഇടയ്ക്ക് പല്ലവി അത്രേ വരുള്ളൂ. അത് കഴിഞ്ഞാൽ ചരണം. എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി, അത് സെയിം അനുപല്ലവിയുടെ അതേ സ്വരങ്ങൾ തന്നെ ഫോളോ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവി വരുമ്പോൾ ഒരു ഫുൾ പല്ലവിയും വരും. എന്നിട്ട് പല്ലവി ഒരു ഫുള്ള് വന്നിട്ട് ഹൃദയ സരസിലെ പ്രണയ ഇനി നിൻ കഥ പറയൂ നീ പറയൂ, അത് വരും ഫുൾ പല്ലവി കഴിഞ്ഞിട്ട്. അതായത് അത് ഞാൻ അവസാനത്തെ പല്ലവി വഴി വായിക്കാം. ചരണം കഴിഞ്ഞിട്ടുള്ള ചരണം സെയിം അനുപല്ലവി വായിച്ചിട്ട് ലാസ്റ്റ് പല്ലവി വായിക്കാം. ഇങ്ങനെയാണ് അവസാനത്തെ പല്ലവി വരുന്നത്. അപ്പോൾ അനുപല്ലവി പഠിച്ചു കഴിഞ്ഞാൽ ചരണവുമായി അവസാനത്തെ ഫുൾ പല്ലവി ഇനിയും നിനക്കഥ പറയൂ എന്ന് വായിച്ചു നിർത്തിയാൽ മതി. ബാക്ക്ഗ്രൗണ്ട് സെയിം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിപൂർണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരിലേക്കും അത് ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ മനസ്സിലാവാത്ത സ്വരങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഏത് സമയത്തും എൻ്റെ സ്വരങ്ങൾ വീണ്ടും കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അടുത്ത ഇതിൻ്റെ ഫുൾ ഗാനവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.